പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട ക്ലാസ് തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചിരുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ അതിന്റെ ഉപയോഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏറ്റവും പ്രയാസകരമായ ടെൻസുകളിൽപ്പെട്ട ഒരു ടെൻസ് ആണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. കാരണം ഈ ടെൻസ് മറ്റു പല ടെൻസുകളുമായിട്ട് സാമ്യതയുള്ളതാണ് എന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് അർത്ഥത്തിൽ ഇതിനെ അവതരിപ്പിക്കാം എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ കേൾക്കാറുണ്ട്. പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ വ്യക്തമായിട്ട് കാര്യം മനസ്സിലാക്കാൻ ചെറിയ ഒരു അർത്ഥത്തെ മനസ്സിൽ കൊണ്ട് നടന്നാൽ മതിയാവുന്നതാണ്. അതായത് നമ്മുടെ ഒരു അനുഭവത്തെ വിവരിക്കാൻ വേണ്ടിയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാറുള്ളത്. അതായത് സമയത്തിന് പ്രാധാന്യമില്ലാതെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഒന്നുകൂടി ഓർത്തു വെച്ചിരിക്കുക, കഴിഞ്ഞു പോയ കാലത്തെ ഒരു കാര്യം പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. പക്ഷെ അതിന്റെ സമയം അവിടെ പ്രസക്തമായിരിക്കൂല. ഉദാഹരണത്തിന് ഞാൻ 10 തവണ ദുബായിൽ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോൾ പോയി എന്ന കാര്യത്തിന് അവിടെ പ്രസക്തിയില്ല. ഞാൻ എൻ്റെ കോഴ്സ് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ സമയത്തിന് പ്രസക്തിയില്ല, കാര്യം കഴിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാകും. അവൾ ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് പറയുക, അപ്പം അവിടെ സമയത്തിന് പ്രസക്തിയില്ല, ചെയ്തിട്ടുണ്ട് എന്ന അനുഭവം പറയുന്നു എന്ന് മാത്രം. പിന്നെ മറ്റൊരു ഉദാഹരണം, അവൻ ഫിലിം കണ്ട് തീർന്നിട്ടുണ്ട് എന്ന് പറയാം, അപ്പൊ അതൊരു അനുഭവം പറയുകയാണ്, അങ്ങനെ പറയാൻ വേണ്ടി. അതായത് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ, എപ്പോൾ ചെയ്തു എന്ന് പറയാതെ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കാറുള്ളത്. അതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് ഭൂതകാലത്ത് തുടങ്ങി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതായത് ഞാൻ ഈ വീട്ടിൽ 10 വർഷമായി താമസിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി. അങ്ങനത്തെ കുറെ കാലം മുമ്പ് തുടങ്ങി ഇപ്പോഴും തീർന്നിട്ടില്ലാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഇത്രയും ഉപയോഗങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ടും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഉപയോഗങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്.